ഞാൻ പറയുന്നത് കേൾക്കൂ. വേണ്ട, വിടൂ. വേണ്ട, ഇത് വേണ്ട, വേണ്ട, ഇത് വേണ്ട. ഞാൻ പറയുന്നത് കേൾക്കൂ. ഇത് വേണ്ട. അയ്യോ വേണ്ട, ഞാൻ തരില്ല, തരില്ല, ഇല്ല. എന്താണിത്? എന്ത് പറ്റി? എന്ത് പറ്റിയെന്നാണ് ചോദിച്ചത്? എന്ത് പറ്റിയെന്ന് കണ്ടില്ലേ? പൊന്നുമോൻ മരുമകളെ മണ്ടയടിച്ച് പിളർന്നിരിക്കുന്നത്. ഈ മിണ്ടാപ്രാണി എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഒന്നുമില്ല മച്ചേ, ഞാൻ കട്ടിലിൽ കാല് തട്ടി താഴെ വീണതാണ്. നീ ഒന്നും പറയണ്ട. കട്ടിലിൽ കാല് തട്ടിയില്ലേ? എല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. നീ പോയി അവളുടെ മുറി വെച്ച് കേട്ട് വാ മോളെ. അവനൊരു ശിക്ഷക്കാരൻ. പെമ്പളയുടെ തലയടിച്ച് പിളക്കുന്ന അവനൊരു ശിക്ഷക്കാരൻ. ഇതിന് തക്കവണ്ണം ഇവൾ എന്ത് തെറ്റാടാ ചെയ്തിട്ടുള്ളത്? നിന്റെ ദേഹത്ത് ചെലുത്താൻ കയറിയോ? ദേ നിൽക്കും നിന്റെ അപ്പച്ചൻ. ചോദിയില്ല, ഈ കാലത്തിനിടയ്ക്ക് എന്റെ ദേഹത്ത് ഒരു നുള്ളു മണ്ണ് വാരി ഇട്ടിട്ടുണ്ടോ എന്ന്. സിംഗപ്പൂരിൽ നിന്ന് വന്നതിന് ശേഷമുള്ള നിന്റെ ഓരോ പ്രവൃത്തിയും ഞാൻ കണ്ടോണ്ടിരിക്കുക. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. വാ മോളെ. യോണിക്കുട്ടി, നീ എന്തിനാണ് അവളെ അടിച്ചത്? എന്ത് തെറ്റാണ് അവള് ചെയ്തതെന്ന്? എടാ, ഭാര്യയും ഭർത്താവും ഒക്കെ ആവുമ്പോ ഇണങ്ങും പിണങ്ങും. ഭാര്യയോട് പിണങ്ങുമ്പോഴൊക്കെ ആരും അവരുടെ തലയടിച്ച് പൊട്ടിക്കാറില്ല. നിന്റെ അമ്മ പറഞ്ഞത് കേട്ടില്ലേ? എനിക്കല്പ സ്വയം തരാമോ? അടിച്ച് പിളർക്ക്. കഴിയുമെങ്കിൽ നിന്റെ അമ്മയുടെയും പെങ്ങളുടെയും തലയടിച്ച് പിളർക്ക്. മതിലകത്ത് വീട്ടിൽ മദ്യത്തിന്റെ ഗന്ധം പരക്കുന്നത് ആദ്യമായിട്ടാണ്. ഞാനെന്തിന് ജീവിക്കണം? എടാ, ഉടയതമ്പുരാൻ വലിയവനാണ്. സോദവും ഗോമരയെ പോലെ ഇവിടെ തീവഴ പെയ്യിക്കാൻ ഇടവരുത്തരുത്.